ദൈനംദിന പണമിടപാടുകൾക്കായി യു.പി.ഐ ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഒക്കെയും. ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു.പി.ഐ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരികയാണ്. നോക്കാം. യു.പി.ഐ ഇടപാടുകളുടെ സുരക്ഷ, വേഗം, വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു.പി.ഐ നിയമങ്ങളിൽ മാറ്റങ്ങൾ അവതരിപ്പിച്ചത്. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം ഉൾപ്പെടെയുള്ള യു.പി.ഐ ആപ്പുകളിൽ ഏതെങ്കിലും സജീവമായി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ അക്കൗണ്ട് ബാലൻസ് തിരയുന്നതിലും പണം അയക്കുന്നതിലും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റം വരും. ഇന്ത്യയിൽ 600 കോടി യു.പി.ഐ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇടപാടുകൾ നടക്കുമ്പോൾ വരുന്ന കാലതാമസം, യു.പി.ഐ സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് സമീപകാലത്തായി പരാതികൾ ഉയരുന്നുണ്ട്. ബാലൻസ് നോക്കുക, പേയ്മെന്റ് സ്റ്റാറ്റസ് ആവർത്തിച്ച് റിഫ്രഷ് ചെയ്യുക പോലുള്ള റിക്വസ്റ്റുകൾ ആവർത്തിച്ചു വരുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. ഇത് സിസ്റ്റം ഓവർലോഡ് ആവുന്നതിനും മുഴുവൻ ഉപഭോക്താക്കളുടെയും ഇടപാടുകളുടെ വേഗം കുറയുന്നതിനും കാരണമാകുന്നു. ഇതിന് നിയന്ത്രണം കൊണ്ടുവരുന്നതാണ് പുതിയ യു.പി.ഐ നിയമങ്ങൾ. പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. ദിവസേന 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ. ദിവസേന 25 തവണ മാത്രമേ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ നോക്കാനാവൂ. വിവിധ സബ്സ്ക്രിപ്ഷനുകൾക്കുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഒരു ദിവസമുടനീളം തോന്നും പോലെ നടക്കുന്നതിന് പകരം ഇനി നിശ്ചിത സമയങ്ങളിൽ മാത്രമേ ഓട്ടോ പേ ഇടപാടുകൾ നടക്കൂ. പണമിടപാട് നടത്തിയതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ദിവസേന 3 തവണ മാത്രമേ സാധിക്കൂ. ഒരു തവണ പരിശോധിച്ചാൽ പിന്നീട് 90 സെക്കൻഡിന് ശേഷമേ അടുത്തതിന് സാധിക്കൂ. അപ്പോ ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ.